ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നുണ്ട്. സൺഡേ ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സും കസിൻസും കൂടെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ വീഡിയോസിലൂടെ ജസ്റ്റ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. പോയ വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേയായിട്ട് ഭംഗിയുള്ളൊരു ചെണ്ടുമല്ലിത്തോട്ടം കണ്ടപ്പോൾ മഴയാണെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ മഴ. ശ്രീയുടെ അടുത്ത് കുട ഉള്ളതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ എന്തായാലും നനഞ്ഞു. അപ്പം എന്തായാലും 2-3 ഫോട്ടോസ് എടുത്തിട്ട് അങ്ങോട്ട് പിന്നെ വണ്ടി കയറി. അങ്ങനെ ദേ ഞങ്ങൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് സിട്രസ് ട്രയൽ ഫാം ആൻഡ് കിച്ചൺ. ഞങ്ങളിവിടെ എത്തിയപ്പോഴും ചെറിയ തോതിലൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കുടയിട്ട് വരികയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. വെള്ളശ്മിന്റെ കളർ ഇപ്പൊ തീരുമാനമാവും. മഴ കൊള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊടയും ഞാൻ എടുത്തില്ല. ഇതിപ്പോൾ ന്യൂവിൻ്റെ ഉണ്ടായിരുന്നത് കാരണം രക്ഷപ്പെട്ടു. നല്ലൊരു സ്ഥലമായിരുന്നു അത്. മഴ പെയ്ത് അങ്ങോട്ട് 2 കുടയിലായിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. മഴ ഒഴിച്ച് ബാക്കി അല്ലാതെ എനിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ ആദ്യം റിസർവ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഞങ്ങൾ 4:30-യുടെ റിസർവേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ബന്നാർക്കട്ട നാഷണൽ പാർക്കിൻ്റെ എഡ്ജിലായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 5:30-യുടെ മുന്നേ വരെയാണ് എൻട്രി ഉള്ളൂ. പിന്നെ ഇവിടെ റിസോർട്ട് സ്റ്റേസോ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കോഫി പ്ലാന്റേഷൻ, പല വെറൈറ്റി ആയിട്ടുള്ള മരങ്ങൾ, ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതായിട്ട് പറയണത്. ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലും നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ടേബിൾ കിട്ടിയിട്ടുണ്ട്. ടേബിൾ കിട്ടിയെങ്കിലും ക്ലീനിങ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ സൈഡിൽ ഇരുന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കാടാണ്. ഈ മഴക്കാലത്ത് നല്ല കോസി വെതറിന് പറ്റിയൊരു ആംബിയൻസ് ആണ്. തപ്പി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല വീക്കെൻഡ് ഗെറ്റവേക്ക് പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ ബാംഗ്ലൂർ ഒരുപാടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കാരണം നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ വാരി വലിച്ച് കഴിക്കാൻ തൽക്കാലം എന്തായാലും പ്ലാൻ ഇല്ല. ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര കുറവാണ് കേട്ടോ. അതുകൊണ്ട് വൈഫൈ യൂസ് ചെയ്തിട്ടാണ് ഓർഡറൊക്കെ ചെയ്തത്. ആദ്യം തന്നെ കാപ്പി കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഈ പാലിട്ട ഐറ്റംസ് ഇഷ്ടമല്ലാത്തത് കാരണം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുടിച്ചു നോക്കിയൊരു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. കുടിക്കാനായിട്ട് സൂപ്പും വാങ്ങി. അതും ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാർലിക് ബ്രെഡ്, ചിക്കൻ്റെ ഏതൊരു ഐറ്റം പേര് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുന്നില്ല. അത് രണ്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ എനിക്കായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ലെമൺ ഹണി ടീ ആണ്. അത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷിൻ്റെ 2 ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മയോണീസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിസ്സയാണ് പറഞ്ഞത്. എനിക്ക് ചീസ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ബർഗറും പറഞ്ഞു. വാങ്ങിയ ഐറ്റംസിൽ ഈ ഒരു മോക്ടെയിലും പിന്നെ ആ ഒരു ബർഗറുമാണ് ആർക്കും അധികം ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ലെമൺ ഹണി ടീ നല്ലതാണ്. ഇവിടെ അതിൻ്റെ പേര് സിട്രസ് ബ്ലിസ് എന്ന് എന്തോ ആണ്. അപ്പോൾ വേണ്ടവർക്ക് അത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെയുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇനി ഇതിൻ്റെ ചുറ്റൊന്ന് നടന്നു നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് കറിവേപ്പിലും പ്ലാവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് നടന്നു നോക്കാമെന്ന് തന്നെ പ്ലാൻ ഇട്ടത്. ഇവിടെ അധികം കോഫി പ്ലാന്റേഷൻ ആണ് ഉള്ളത്. കായൊക്കെ പഴുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരുവിധം എല്ലാതും പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. പല ബേർഡ്സിൻ്റെ സൗണ്ടും ചിവീടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. ദേ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കഫേ കാണാൻ പറ്റും.
ഇവിടെ ചുറ്റി നടന്ന് കാണാനായിട്ട് പല വഴികളും ഉണ്ട് കേട്ടോ. അതിലേതോ ഒരു വഴി കൂടെ ഞങ്ങൾ ജസ്റ്റ് നടന്ന് കാണുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. അനന്തറാം താഴെ അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് വന്നു തോന്നുന്നു. ഈ ഒരു വഴി കൂടെയാണ് അധികം ആൾക്കാരും പോണത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങളും ആ വഴി കൂടെ തന്നെ അങ്ങോട്ട് പോയി. മഴ പെയ്തില്ലെങ്കിൽ ഭാഗ്യം. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. സൂര്യകാന്തി പൂവിൻ്റെ ഡ്യൂപ്പ് പോലെ ഉണ്ട് എന്തായാലും കാണാൻ. തേക്കിൻ്റെ മരം കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കണ്ടാൽ പരിചയമുള്ള എന്നാൽ പേരറിയാത്ത കുറേ ചെടികളുണ്ട്. പ്ലാവ് പിന്നെ 1-2 ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വീക്കെൻഡൊക്കെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ജസ്റ്റ് ചില്ല് ചെയ്യാൻ വരാൻ പറ്റിയൊരു നല്ല സ്ഥലം തന്നെയാണ്. ഇവിടെ പെറ്റ് ഫ്രണ്ട്ലി അല്ല കേട്ടോ, പെറ്റ്സ് അലൗഡ് അല്ല എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കണോ? എവിടെ ചെന്നാലും ഫോട്ടോസും വീഡിയോസും ഇല്ലാത്തൊരു പരിപാടി പിന്നെ ഇല്ലല്ലോ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 2 പോണ്ടൊക്കെ ഇവിടെ ഉണ്ട്. ഈ പൂവിൻ്റെ പേരും എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ റോഡ് സൈഡിലൊക്കെ നിറച്ച് പടർന്ന് കണ്ടിട്ടുണ്ട്. കുറേ പൂക്കളായിട്ട് കാണാനായിട്ട് ഇത് നല്ല ഭംഗിയാണ്. ചുറ്റിക്കറങ്ങി കാണാനാണെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ നടന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പോട്ടാണ്. ഇരിക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. വീക്കെൻഡൊക്കെ വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് ഉണ്ണിക്കുട്ടൻ പറയപ്പെടുന്നത്. വെള്ളം ഇതെന്ത് ചെടിയാണോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മുള്ളില്ലല്ലോ. പൂവോ എന്ത് സാധനം അത്? ഇവിടെ കുറച്ച് അധികം നേരം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറും എത്ര ആൾക്കാരാ. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന നിവു. ഇനി ഞങ്ങൾ ചെറുതായിട്ട് റൂട്ടൊന്ന് മാറ്റി പിടിക്കാൻ പോവാണേ. തുടരണ്ട. ഇവിടെ ചില സ്ഥലത്ത് കറണ്ട് കമ്പി ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. ഇത് കൊള്ളാം, ഇത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മഴയായത് കാരണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നല്ല മടി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായിട്ട് തോന്നിയേനെ എന്നുള്ളത്. നല്ല വെതറായതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലെ കുറച്ച് മഴ ഉണ്ടെങ്കിലും ഇപ്പം നല്ല അടിപൊളിയാണ്. എന്താ പച്ചപ്പ്, അടിപൊളി. താഴെ കൊക്കുണ്ട്, പിന്നെ വേണമെങ്കിൽ മുന്നിലേക്ക് കിടന്നു. ആ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ പറങ്കിമാവും ഉണ്ട്. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പറങ്കിമാങ്ങയും കിട്ടി. കിളിയൊന്നും കൊത്തിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കഴിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടെ മൊത്തത്തിലൊരു റൗണ്ട് ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ച് പോവുകയാണ്. ദേ ഈ ഒരു പൂവ് അവിടെ താഴെ വീണ് കിടന്നതാണ് കേട്ടോ, ഞാൻ പൊട്ടിച്ചതല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഭംഗി തോന്നിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഇരുട്ടായപ്പോഴത്തേക്കും താറാവും ഒക്കെ പോണ്ടിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി ആൾക്കാരൊക്കെ എവിടെ പോയോ ആവോ. ഇനി നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ഇരുട്ടായതുകൊണ്ട് എല്ലായിടത്തും ലൈറ്റൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, കാട്ടിൽ കൂടെ നടക്കാൻ പാകത്തിനുള്ള ചെരുപ്പിട്ട് വരും കേട്ടോ നല്ലത്. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ കാലിൽ കൊതുകടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാല് കവർ ചെയ്യുന്ന പാകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വരുമോ നല്ലത്. ഇവിടെ കാര്യമായിട്ട് എന്തോ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഈ തെങ്ങിൻ്റെ മേലെ ലൈറ്റ് വെച്ചിട്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാനായിട്ട്. എല്ലാ ലൈറ്റ്സും ഓൺ ആക്കിയതിന് ശേഷം ഇപ്പോൾ ഇവിടുന്ന് പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ്.
ഞാൻ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കി അവിടെ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ. താഴത്തേക്ക് അപ്പോഴും പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 6:45 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. ഇന്നത്തെ ദിവസം ഇത്ര അടിപൊളിയാവും എന്നുള്ളത് ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. മഴ വല്ലാതെ ചതിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.